ഇപ്പോൾ നമുക്കൊപ്പം നടി രഞ്ജിനി ചേരുന്നുണ്ട്. നമസ്കാരം രഞ്ജിനി മാം, വെരി ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ. രഞ്ജിനി മാം, ഇതിനകത്തൊരു സാങ്കേതിക തടസ്സമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് മൊഴി കൊടുത്ത രഞ്ജിനിക്ക് അതിൻ്റെ പകർപ്പ് കിട്ടിയില്ല എന്നതാണ് ഹൈക്കോടതിയിൽ രഞ്ജിനി സമർപ്പിച്ച വാദമല്ലേ? എന്നെ കേൾക്കാമോ രഞ്ജിനിക്ക്? കേൾക്കാം. അതെ അതെ രഞ്ജിനി, എന്തുകൊണ്ടാണ് ഇത് പുറത്തു വിടണ്ട എന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ ഹർജി സമർപ്പിച്ചത്? ഞാൻ പബ്ലിഷ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങള് എന്നോടൊപ്പം ചില ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വി ഹാവ് ഗിവൻ ദിസ് അവർ സ്റ്റേറ്റ്മെന്റ് ടു ദ കമ്മിറ്റി. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങൾ എല്ലാവരും കോൺസെന്റ് ഫോമും സൈൻ ചെയ്തിട്ടുണ്ട്. അതെ, ഇങ്ങനെ ഇരിക്കുമ്പോൾ 4.5 years കമ്മിറ്റിയിൽ ഇരുന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് സൈഡിലിരുന്ന് ഞങ്ങൾ എന്താ പറഞ്ഞത്, എന്ത് സ്റ്റേറ്റ്മെന്റ് എഴുതിയത് ഇതുവരെ ആരും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഓക്കെ, സോ അത് കാണണമല്ലോ നമ്മൾ എന്താ സംസാരിച്ചിരിക്കുന്ന. അവർ എന്താ അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് ഹാവ് ഇൻഫോംഡ് അസ് അല്ലേ. അപ്പോ അത് വരാത്തെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു പറയുന്നു. സോ അത് തെറ്റല്ലേ? ബിക്കോസ് ഞങ്ങൾ അവിടെ പോയത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രിവസി അത് വരത്, ഐ മീൻ പുറത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അനോണിമസ് ആയിട്ട് പോയി അവിടെ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോ ഇത് പബ്ലിഷ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പാർട്ടിസിപ്പന്റ്. ഐ തിങ്ക് ദാറ്റ് വാസ് അറൌണ്ട് 50 of us. അറ്റ്ലീസ്റ്റ് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, ലൈക്ക് ഇമെയിൽസും വാട്സാപ്പും എല്ലാം ഉണ്ട്. അറ്റ്ലീസ്റ്റ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. ദാറ്റ് ഇതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്, ഇത് ഓക്കെ ആണോ പബ്ലിഷ് ചെയ്യാനോ, അങ്ങനെ ചോദിച്ചിട്ട് പബ്ലിഷ് ചെയ്താൽ വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഓക്കെ രഞ്ജിനി, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താനാണ്. രഞ്ജിനി അടക്കം ഞാൻ ഇന്നലെ വിമർശിച്ചിരുന്നു. തീർച്ചയായും അതിനകത്തൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. രഞ്ജിനി, ഈ വിഷയം ഇതാണ്, രഞ്ജിനി അടക്കം മൊഴി നൽകിയിരിക്കുന്ന ആരുടെയും സ്വകാര്യതയെ ബാധിച്ചിട്ടില്ല എന്ന് വിവരാവകാശ കമ്മീഷൻ ഉറപ്പ് നൽകുന്നുണ്ട്, സർക്കാരും ഉറപ്പ് നൽകുന്നുണ്ട്, സിംഗിൾ ബെഞ്ചും അത് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ രഞ്ജിനിയുടെ പേരോ മറ്റേതെങ്കിലും നടിമാരുടെ പേരോ ഈ റിപ്പോർട്ടിലില്ല. നിങ്ങളുടെ മൊഴി അതേപടി നൽകിയിട്ടില്ല. നിങ്ങളുടെ തെളിവുകൾ അടങ്ങിയിരിക്കുന്ന അപ്പൻഡിക്സ്, അതിൻ്റെ അനുബന്ധവും ഇതിൽ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി വരില്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. എന്താ ഉറപ്പുള്ളത്? അങ്ങനെ ഒരു ഇതില്ലാന്ന് പറയണമല്ലോ. ബിക്കോസ് സേ ഫോർ എക്സാമ്പിൾ നമ്മളോട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. അവിടെ കംപ്ലൈന്റ് എഴുതുമ്പോ അവർ തന്നെ അവിടെ വായിച്ചിട്ട് നമ്മൾ സൈൻ ചെയ്യുന്നു, റൈറ്റ്? സൈൻ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ജസ്റ്റ് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ തന്നെ അങ്ങനത്തെ ലീഗാലിറ്റി നമ്മൾ ടെക്നിക്കൽ വൈസ് വി ആർ യൂസിങ് ഇറ്റ്. ഇത് ഒരു സീരിയസ് ആണ് കമ്മിറ്റി. ഐ അപ്രീഷിയേറ്റ് ദ ഗവൺമെന്റ്. എനിക്ക് വളരെ ബഹുമാനമുണ്ട് നമ്മളുടെ ഗവൺമെന്റ്. ബിക്കോസ് ഇന്ത്യയിലെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പരാതി, ഇത് ഒരു സ്റ്റഡി ചെയ്യണമെന്ന് ആ മനസ്സുണ്ടല്ലോ നമ്മളുടെ CMക്ക്. അത് ഞാൻ വെൽക്കം ചെയ്യുന്നു. ബിക്കോസ് അത്രയ്ക്ക് എനിക്ക് എന്താ പറയാ, വുമൻക്ക് വേണ്ടി അങ്ങേര് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ മനസ്സിലാവുന്നു. പക്ഷെ അപ്പോഴും രഞ്ജിനി, എൻ്റെ സംശയം ഇതാണ്, രഞ്ജിനിക്ക് ഈ കമ്മിറ്റി, ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ മൊഴി ഇതാണ് എന്ന് പറഞ്ഞൊരു രേഖ തന്നില്ല എന്നതാണോ പറയുന്നത്? പക്ഷേ രഞ്ജിനി, ഒരു നിമിഷം അതിനകത്ത് എൻ്റെ ഒരു സംശയം ഇതാണ്, നമ്മളിതൊരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു പരാതിയല്ല, ഇതൊരു കമ്മിറ്റിക്ക് മുമ്പാകെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ്. ആ കമ്മിറ്റിക്ക് മുമ്പാകെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊഴി അതേപടി പ്രസിദ്ധീകരിക്കുകയാണെങ്കിലല്ലേ രഞ്ജിനിക്ക് ബുദ്ധിമുട്ടുള്ളൂ? ഇതാ കമ്മിറ്റി എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങളാണ്. അത് ശരി, അത് കാണണമല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയത്? അല്ലല്ല, എല്ലാവരും അവിടെ എന്തിനാ പോയത്? രഞ്ജിനിക്ക് റിപ്പോർട്ട് കിട്ടണമെന്നാണോ രഞ്ജിനിയുടെ ആവശ്യം? അല്ല, റിപ്പോർട്ട് രഞ്ജിനിക്ക് ഇന്ന് തരുന്നതിന് സർക്കാരിന് തടസ്സമില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല. ഈ റിപ്പോർട്ട് രഞ്ജിനിക്ക് ഇന്ന് 11 മണിക്ക് കിട്ടിയാൽ പ്രശ്നം കഴിയില്ലേ? ഫസ്റ്റ് എല്ലാ പാർട്ടിസിപ്പന്റ് whoever went there നമ്മളോട് സ്റ്റേറ്റ്മെന്റ് പ്ലസ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തതിന് മുമ്പ് എല്ലാവർക്കും അയക്കണം. അതെങ്ങനെയാണ് സാധ്യമാവുക? കാരണം മൊഴി നൽകിയിരിക്കുന്ന ആളുകളിലേക്ക് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കൊടുത്താൽ അവരത് പബ്ലിഷ് ചെയ്യില്ലേ? അത് പബ്ലിക് ഡൊമൈനിൽ വരില്ലല്ലോ. രഞ്ജിനി അതിനകത്ത് മൊഴി കൊടുത്തു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഡോക്ടർ അരുൺ, ഐ തിങ്ക് you got the wrong point. ഇത്ര വർഷം 4.5 years, nearly 5 വർഷം ഞങ്ങൾ 50 പേര്, ഐ തിങ്ക് about 50 of us
ഇതുവരെ ഞങ്ങൾ വായിലിരുന്ന് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇതേക്കുറിച്ച്? ഇല്ലല്ലോ. അത് കാരണം കൊണ്ട് ആദ്യം നമ്മൾ റിപ്പോർട്ട് കണ്ടിട്ടേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. ഇതുവരെ എല്ലാവരും സൈലന്റ് ആയിട്ടിരുന്നല്ലോ, ഈവൻ ഇൻക്ലൂഡിംഗ് മൈസെൽഫ്. അല്ലല്ല രഞ്ജിനി, അത് ആരുടെ താല്പര്യമാണ്? രഞ്ജിനിയുടെ താല്പര്യമാണോ അതല്ല താല്പര്യം? എന്നോട് എന്ത് താല്പര്യം, പ്ലസ് ഐ എം ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ്സ് ഓഫ്. ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ റിപ്പോർട്ട് 11 മണിക്ക് പുറത്തു വിടുമെന്ന് പറയുന്നു. അതിനു മുൻപ് രഞ്ജിനിയെ കാണിച്ചാൽ രഞ്ജിനിയുടെ തടസ്സം മാറുമോ? ഉറപ്പായിട്ട് ഞാൻ കാണണമല്ലോ, കാണാതെ എങ്ങനെ പബ്ലിഷ്? അല്ല, പക്ഷെ അപ്പോൾ രഞ്ജിനി, അല്ല ഒരു നിമിഷം രഞ്ജിനി, നമ്മൾ നിയമപരമായി സംസാരിച്ചാൽ രഞ്ജിനി മൊഴി കൊടുത്തു പോയ ഒരാളാണ്. അപ്പോൾ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ രഞ്ജിനിക്ക് നൽകാൻ നിലവിൽ പ്രൊവിഷൻ ഇല്ല ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കമ്മിറ്റിയുടേതാവട്ടെ കമ്മീഷന്റേതാവട്ടെ ഈ റിപ്പോർട്ട് FIR-ൽ നിന്ന് വ്യത്യസ്തമല്ലേ? നമ്മൾ അവിടെ പോകുന്നത് ഒരു അല്ല നോ, there are some serious allegations അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുമ്പോ നമ്മളോട് സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണണ്ടേ? അല്ല, ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ രഞ്ജിനിയുടെ പേരോ രഞ്ജിനിയെ തിരിച്ചറിയാനുള്ള സാഹചര്യമോ ഇല്ല എന്ന് സർക്കാർ സംവിധാനവും വിവരാവകാശ കമ്മീഷനും വ്യക്തമാക്കിയതിനു ശേഷം നമ്മൾ പിന്നീട് ഈ നിലപാട് നിൽക്കുന്നത് ശരിയാണോ എന്നാണ് എന്റെ ചോദ്യം. എനിക്ക് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ ശരിയാണ് ഡിസിഷനാണ് എടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ ഇത്ര വർഷത്തിന് മുമ്പ് ഞാൻ വന്ന് നിങ്ങളുടെ മീഡിയയിലെ മുമ്പ് ഞാൻ വന്ന് പറയാം. രഞ്ജിനി, പക്ഷെ എന്റെ പ്രശ്നം ഇതാണ്, ഇത് പൊതുസമൂഹത്തിൽ വന്ന് ചർച്ച ചെയ്യണ്ടേ? സ്ത്രീകൾക്ക് നീതി ലഭിക്കണ്ടേ? നടിമാർ ഇനിയും രഞ്ജിനി തന്നെ അനുഭവിച്ചിരിക്കുന്ന സമ്മർദ്ദം, രഞ്ജിനി തന്നെ അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ട് രഞ്ജിനി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. സോറി, ഐ തിങ്ക് നിങ്ങൾ തെറ്റ്, ഐ മീൻ യു ഹാവ് സേയിങ് ഇറ്റ് റോങ്ലി. എനിക്ക് ഇത് പബ്ലിഷ് ചെയ്യണം, എനിക്ക് അതിൽ ഒരു എന്താ പറയാ പിന്നോക്കം ഇല്ല. എനിക്ക് പബ്ലിഷ് ചെയ്തതിന് മുമ്പ് ഇറ്റ്സ് മൈ റൈറ്റ് ടു നോ വാട്ട് ഈസ് ഇൻ ദ റിപ്പോർട്ട് ബിക്കോസ് ഐ ആം ദ ഡയറക്റ്റ് പാർട്ടിസിപ്പന്റ്. അല്ല, അതിൽ രഞ്ജിനിയുടെ പേരില്ലെങ്കിൽ പിന്നെ ആ റിപ്പോർട്ടിൽ രഞ്ജിനിക്ക് ആദ്യം കിട്ടണമെന്ന് പറയുന്നതിൽ എന്ത് ലോക്കൽ സ്റ്റാൻഡ് എന്നാണ് എന്റെ ചോദ്യം.